ഹലോ, എല്ലാവർക്കും അമൃതാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് CBSE 10th ലൈഫ് പ്രോസസ്സിൻ്റെ നമ്മുടെ അടുത്ത പാർട്ട് 4 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻസ്. അപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത്. നമ്മുടെ ഫുഡ് എങ്ങനെ ഡൈജസ്റ്റ് ആവുന്നു, ഏതൊക്കെ പാർട്ടിൽ കൂടെ കടന്നു പോകുന്നു, ഏതൊക്കെ എൻസൈംസ് ആണ് നമ്മുടെ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യണത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ് നോക്കാം. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അമീബയുടെ ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. അമീബയ്ക്ക് നമ്മൾ ഇതുപോലെ പ്രത്യേക തരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ ഒന്നും നമ്മൾ കണ്ടില്ല അല്ലേ? കാരണം എന്തുകൊണ്ട്? അതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസാണ്. പക്ഷേ നമ്മുടെ കേസിൽ നമ്മളൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസാണ്. അതുകൊണ്ട് തന്നെ നമുക്കെന്താ ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെയുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം? അത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. എലമെൻ്ററി കനാലും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്ലാൻസും കൂടി ചേരണതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എലമെൻ്ററി കനാലും പിന്നെ അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ഗ്ലാൻസ്, ഇത് രണ്ടും ചേരണതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് എലമെൻ്ററി കനാൽ എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നത് ഒരു ഓപ്പണിങ്ങിലൂടെയാണ്. ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയണത്? മൗത്ത് എന്ന് പറയുന്നത്. ആ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയ്നസിൽ അവസാനിക്കുന്ന ഒരു ലോങ് ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയണത്? എലിമെൻ്ററി കനാൽ എന്ന് പറയണത്. ഓക്കെ, മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയ്നസിൽ അവസാനിക്കുന്ന ഒരു ലോങ് ട്യൂബിനെയാണ് നമ്മൾ എലിമെൻ്ററി കനാൽ എന്ന് പറയണത്. അപ്പോൾ ആ ട്യൂബിന് ഓരോ ഭാഗത്തെത്തുമ്പോഴും അതിന് ഓരോ പേരാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഏതാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഓപ്പണിംഗ് ആണ് മൗത്ത്. അതിനുശേഷം മൗത്തിൽ നിന്ന് ഫുഡ് പാസ് ചെയ്യണ ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇസോഫാഗസിന്. മൗത്തിൽ നിന്ന് ഫുഡ് പിന്നെ എത്തുന്നത് ഇസോഫാഗസിലാണ്. അതിനുശേഷം ഫുഡ് എത്തുന്നത് ഈ റീജിയണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് എത്തുന്നത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഈ റീജിയണിലാണ്, ദാറ്റ് ഈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതിനുശേഷം ഫുഡ് എത്തുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യണ ആ ഓപ്പണിങ്ങിനെയാണ് എയ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വരുന്ന ആ ഒരു ലോങ് ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയണത്? എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഈ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ ഗ്ലാൻസുകളുണ്ട്. ഗ്ലാൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലാൻസ് എൻസൈം സെക്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഫുഡ് ഈ ട്യൂബിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിന് ഡൈജഷൻ സംഭവിക്കില്ല. അപ്പോൾ ഫുഡിന് ഡൈജഷൻ സംഭവിക്കണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യണ കുറേ എൻസൈംസുകൾ വേണം. ആ എൻസൈംസ് സെക്രീറ്റ് ചെയ്യണത് ഈ ഗ്ലാൻസുകളാണ്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗം നോക്കുമ്പോഴും നമുക്ക് ഗ്ലാൻസ് ഏതൊക്കെയാണ് ഗ്ലാൻസ്, അത് റിലീസ് ചെയ്യണ എൻസൈംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയും അറിയാം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എലിമെൻ്ററി കനാലും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്ലാൻസും കൂടി ചേരണതാണ്. എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് ഒരു ലോങ് ട്യൂബാണ്. മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എൻഡ് ചെയ്യണത് എയ്നസിലാണ്. ആ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയ്നസിൽ എൻഡ് ചെയ്യണ ആ ലോങ് ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയണത്? എലിമെൻ്ററി കനാൽ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഓരോ ഭാഗങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. നമ്മളിപ്പോൾ തന്നെ ഫുഡ് ഏതിലൂടെയൊക്കെയാണ് പാസ് ചെയ്യാമെന്ന് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു ഇല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ചോദിക്കാറുണ്ട്. ഇടയിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ആ ഭാഗം ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് ഓർഡറാണ് ഇവിടെ പറയണത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നു. ഉള്ളിലേക്ക് എടുക്കണ ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ മൗത്ത് എന്ന് പറയണത്. മൗത്തിൽ നിന്ന് ഫുഡ് പിന്നെ എത്തണത് ഇസോഫാഗസ്. ഇസോഫാഗസിൽ നിന്ന് ഫുഡ് എത്തണത് സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ദെൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ, ദെൻ റെക്റ്റം, ലാസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യണ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എയ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓർഡർ. ഇത് പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇനി ഈ റെക്റ്റം എന്ന് പറയണത് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ എൻഡ് ഭാഗത്തിനെയാണ്
നമ്മൾ റെക്റ്റം എന്ന് പറയുന്നത്. റെക്റ്റത്തിലാണ് വേസ്റ്റ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്യണ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഏനസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ എഴുതുമ്പോൾ ചില സമയത്ത് നമ്മൾ റെക്റ്റം മെൻഷൻ ചെയ്യില്ല. നേരിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഏനസ് ആണ് ചിലതിൽ കണ്ടിരിക്കുന്നത്. അപ്പം അതിപ്പോൾ മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ലാർജ് ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ് നേരിട്ട് ഏനസ് എഴുതാം. ഇനി ചിലതിൽ റെക്റ്റം കൂടി മെൻഷൻ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എക്സാമിനാണെങ്കിലും ചിലതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ് റെക്റ്റം കാണിക്കാറുണ്ട്, ചിലതിൽ കാണിക്കാറില്ല. ലാർജ് ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ് ഏനസ് ആണ് കൊടുക്കാറ്. അപ്പോൾ അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം, ലാർജ് ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ് അവിടെ റെക്റ്റ് ഉണ്ട്, റെക്റ്റത്തിലാണ് വേസ്റ്റ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുക. അതിനുശേഷം റിമൂവ് ചെയ്യണ ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഏനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓർഡർ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ ഭാഗത്തും എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഡൈജഷൻ സംഭവിക്കണതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ എലിമെൻ്ററി കനാലിൻ്റെ ഫസ്റ്റ് ഭാഗമായ മൗത്ത് എന്താണെന്ന് നോക്കാം. മൗത്തിനെ നമ്മൾ ബക്കൽ കാവിറ്റി അല്ലെങ്കിൽ ഓറൽ കാവിറ്റി എന്ന് നമ്മൾ പറയും. മൗത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആ ഓപ്പണിങ്ങിനെയാണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിക്കണ ആ ഓപ്പണിങ്ങിനെയാണ് മൗത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഉൾ റീജിയൺ ഞാൻ അവിടെ ഓൾറെഡി പിക്ചർ കൊടുത്തിട്ടുണ്ട്. ടീത്തും ടങ്കും എല്ലാം അടങ്ങിയ ആ ഒരു റീജിയനെയാണ് നമ്മൾ ബക്കൽ കാവിറ്റി അല്ലെങ്കിൽ ഓറൽ കാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണ ഫസ്റ്റ് ഭാഗം ഏതാണ്? മൗത്തിൽ വെച്ചിട്ടാണ് ഡൈജഷൻ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഡൈജഷനുണ്ട്, അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ള ഡൈജഷനും ഉണ്ട്. ഇനി നമുക്കറിയാം, നമ്മുടെ ബക്കൽ കാവിറ്റിയിൽ ടീത്ത് ഉണ്ട്, ടങ്ക് ഉണ്ട്, അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻസുകളുണ്ട്. എന്താ ഈ ഗ്ലാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഗ്ലാൻസ് എന്ന് പറയുന്നത് ഓർഗനാണ് വിച്ച് സെക്രേറ്റ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനാണ് നമ്മൾ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബക്കൽ കാവിറ്റിയുടെ ഉള്ളിൽ സലൈവറി ഗ്ലാൻസുകളുണ്ട്. നമുക്കറിയാം, ഫുഡ് ഫസ്റ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ മൗത്തിൽ വെച്ചാണ്. നമ്മൾ വായിലേക്ക് ഫുഡ് എടുക്കുന്നു, നമ്മുടെ ടീത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഫുഡിനെ കട്ട് ചെയ്യുന്നു ച്യൂ ചെയ്യുന്നു ഇല്ലേ? അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഡൈജഷനാണ് അവിടെ നടക്കുന്നത്. പിന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മളങ്ങനെ കട്ട് ചെയ്യുന്നു, നമ്മൾ ച്യൂ ചെയ്യേണ്ട. അപ്പോൾ സലൈവറി ഗ്ലാൻസ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് അറിയാം, നമുക്കൊരു പെട്ടെന്നൊരു ഭക്ഷണം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കാണുമ്പോൾ നമ്മുടെ വായിൽ പെട്ടെന്ന് വെള്ളം വരും. അതെന്താണ്? ആ വാട്ടർ എന്താണ്? അത് നമ്മുടെ സലൈവയാണ്. അപ്പോൾ സലൈവറി ഗ്ലാൻസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സലൈവറി ഗ്ലാൻസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സലൈവയാണ്. ഈ സലൈവയായിട്ട് നമ്മുടെ ഫുഡിനെ മിക്സ് ചെയ്യാൻ ആര് സഹായിക്കും? നമ്മുടെ ടങ്ക് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ചെറിയ ചെറിയ പാർട്ടിക്കിളാക്കും നമ്മുടെ പല്ല്, അതിനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കും. നമ്മുടെ സലൈവറി ഗ്ലാൻസ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആ സലൈവയായിട്ട് ഫുഡിനെ മിക്സ് ചെയ്യാൻ നമ്മുടെ ടങ്ക് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ സലൈവയിൽ ഒരു എൻസൈം ഉണ്ട്. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്, എക്സാമിന് ചോദിക്കാറുണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് സലൈവറി എമൈലേസ്. ഈ സലൈവറി എമൈലേസിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡിൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമുക്കൊരു അറിയാം, കാർബോഹൈഡ്രേറ്റ് ആണ്. ഞാൻ ഓൾറെഡി എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ഈ സലൈവയിലുള്ള ഈ എൻസൈം സലൈവറി എമൈലേസ് ഈ സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. അതിനൊരു സിമ്പിൾ ഷുഗറാക്കി മാറ്റും. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കണില്ല കേട്ടോ, ഒരു പാർഷ്യൽ ഡൈജഷനാണ് നടക്കുന്നത്. കാരണം സ്റ്റാർച്ചിൻ്റെ ഏറ്റവും സിംപിളസ്റ്റ് ഫോം ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസ് ആക്കിയിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സലൈവറി എമൈലേസ് അതിനെന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൗത്തിൽ നടക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മുടെ ടീത്ത് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ട, ച്യൂ ചെയ്യേണ്ട. സലൈവറി ഗ്ലാൻസ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യേണ്ട, അതുപയോഗിച്ചിട്ട് ഫുഡിനെ ഫുഡായിട്ട് മിക്സ് ചെയ്യേണ്ട. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഫുഡിനെ ഈസി ആയിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റിന് വേണ്ടിയാണ്, അവിടെ ഒരു വെറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സലൈവയായിട്ട് മിക്സ് ചെയ്യണത്. അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് ദാറ്റ് മീൻസ് സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? ഈ സലൈവയിലുള്ള എൻസൈം സലൈവറി എമൈലേസ് അതിനെ മാൾട്ടോസാക്കി മാറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൗത്തിൽ സംഭവിക്കണേ. ഇതിന് ശേഷം ഫുഡ് എന്ത് ചെയ്യും? നമ്മുടെ നെക്സ്റ്റ് പാർട്ടിലേക്ക്
എൻ്റർ ചെയ്യും. നമ്മുടെ നെക്സ്റ്റ് പാർട്ട് ഏത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ആ ഫുഡിൻ്റെ ഫ്ലോ ചാർട്ടിൽ ഏതാണ് ഇസോഫാഗസ്. ഇനിയപ്പോൾ ഇസോഫാഗസിൽ എന്താ സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. ഇസോഫാഗസ് ഓർ ഫുഡ് പൈപ്പ്. ഇസോഫാഗസിന് പറയുന്ന മറ്റൊരു പേരാണ് ഫുഡ് പൈപ്പ് എന്ന്. നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ്, പിക്ചറിൽ എല്ലാം നമ്മൾ കണ്ടതാണ്. നമ്മുടെ മൗത്തിനെയും അതുപോലെ തന്നെ സ്റ്റൊമക്കിനെയും കണക്ട് ചെയ്യണ ഒരു പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഇസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത്. ഈ ഫുഡ് പൈപ്പിൽ കൂടെയാണ് ഫുഡ് പാസ് ചെയ്യണതും പിന്നെ എവിടേക്ക് എത്തണതും നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തണതും. ഈ ഒരു ഇസോഫാഗസിൽ നമുക്ക് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് ആകെ ഒരു ടേമേ പഠിക്കാനുള്ളൂ, പെരിസ്റ്റാളിസിസ് മൂവ്മെൻറ്റ്. ഈ ഇസോഫാഗസ് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ട്യൂബാണ്. അപ്പോൾ മസ്കുലാർ ട്യൂബ് എന്ന് പറയുമ്പോൾ അവിടെ കൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനും നടക്കും. അതുവഴിയാണ് കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കണ വഴിയാണ് ഫുഡ് എന്ത് ചെയ്യണത്, ഫുഡ് ഈ ഇസോഫാഗസിൽ കൂടെ പാസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഫുഡ് പാസ് ചെയ്യണത് ഒരു വേവ് ലൈക്ക് പോലെയാണ് ഫുഡ് എവിടേക്ക് പാസ് ചെയ്യണത്, ഇസോഫാഗസിൽ കൂടെ പാസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തണത്. ആ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്, പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് എന്താണ് പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഫുഡ് ഇസോഫാഗസിൽ കൂടെ കടന്നു പോകുന്നത് എങ്ങനെയാണ്, ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് പോലെയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ്. ഇവിടെ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഇവിടെ ഫുഡ് കണ്ടോ പാസ് ചെയ്യണത് എങ്ങനെയാണ്, ഒരു വേവ് ലൈക്ക് പോലെ. അവിടെ ആ മസിൽസിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും വഴിയാണ് ആ ഫുഡ് ഇതിലൂടെ പാസ് ചെയ്ത് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തണത്. ആ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ്. നമുക്ക് ഇത്രയും ഇവിടെ പഠിക്കാനുള്ളൂ. ഇനി നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും, ഫുഡ് എവിടെ എത്തി, ഇപ്പോൾ എവിടെയാണ് ഫുഡ് എത്തിയിരിക്കുന്നത്, സ്റ്റൊമക്കിൽ. ഇനി ഫുഡിന് സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് കുറേ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റൊമക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് നോക്കാം, സ്റ്റൊമക്ക്. നമുക്കറിയാം ഇസോഫാഗസ് കഴിഞ്ഞ് വരണ ഒരു ഭാഗമാണ് എന്ത്, സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇസോഫാഗസിലൂടെ എന്ത്, പെരിസ്റ്റാളിസിസ് മൂവ്മെൻറ്റ് വഴി ഫുഡ് എവിടെ എത്തും, സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കുറേ കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്, കുറേ എൻസൈംസിൻ്റെ പേരൊക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് നമുക്ക് കുറേ ഡൈജഷൻ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റൊമക്കിൽ വെച്ച് സംഭവിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇസോഫാഗസിലൂടെ ഫുഡ് ഇപ്പോൾ എവിടെ എത്തി, പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് വഴി ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗ്ലാൻസിനെ കുറിച്ചിട്ട് ഇല്ലേ. ഗ്ലാൻസ് എന്താ, എന്തെങ്കിലും സെക്രീറ്റ് ചെയ്യണത്, എന്തെങ്കിലും കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഓർഗനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്ലാൻസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ സ്റ്റൊമക്ക് നമുക്കറിയാം, അതൊരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു ജെ ഷേപ്പ്ഡാണ്. ഒരു ജെ ഷേപ്പ്ഡ് മസ്കുലാർ സാക്കാണ് എന്ത്, നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റൊമക്കിൻ്റെ ഈ വാളിൽ നമുക്ക് ഗ്യാസ്ട്രിക് ഗ്ലാൻസുകൾ കാണാൻ പറ്റും. സ്റ്റൊമക്കിൻ്റെ വാളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഗ്ലാൻസുകൾ കാണാൻ പറ്റും. അപ്പോൾ ഗ്ലാൻസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, അത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇല്ലേ. അപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യണത്, ഗ്യാസ്ട്രിക് ജ്യൂസാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സ്റ്റൊമക്കിൻ്റെ വാളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് കാണാൻ പറ്റും. ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യണത്, ഗ്യാസ്ട്രിക് ജ്യൂസാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ആ ജ്യൂസിൽ എന്തൊക്കെയുണ്ട് നോക്കി, എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. പെപ്സിൻ, HCl ആൻഡ് മ്യൂക്കസ്. നമുക്കറിയാം നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഇല്ലേ, കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അതുപോലെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെയുള്ളത്, പെപ്സിൻ ഉണ്ട്, HCl ഉണ്ട്, അതുപോലെ തന്നെ മ്യൂക്കസ് ഉണ്ട്. ഇനി ഈ പെപ്സിൻ്റെ ഫംഗ്ഷൻ എന്താ, പെപ്സിൻ്റെ ഫംഗ്ഷൻ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള എൻസൈമാണ് എന്ത്, പെപ്സിൻ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻസൈമാണ് എന്ത്, പെപ്സിൻ. പക്ഷേ കംപ്ലീറ്റ്ലി ഡൈജഷൻ അവർ നടത്തില്ല, അവരൊരു പാർഷ്യലി പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യും. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് അവരെന്താക്കി മാറ്റും, പെപ്റ്റോൺസ് ആക്കി മാറ്റും. കംപ്ലീറ്റ്ലി ഡൈജഷൻ നടക്കണില്ല, അത് നമുക്കിനി വഴിയെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പാർഷ്യൽ ഡൈജഷൻ സംഭവിച്ചിട്ട് പ്രോട്ടീനെ അവരെന്താക്കി മാറ്റും, പെപ്റ്റോൺസ് ആക്കി മാറ്റും.
ഇനി രണ്ടാമത്തേതാണ് HCl. നമ്മുടെ സ്റ്റൊമക്കിൽ HCl ഉണ്ട്. HCl എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആസിഡാണ്. HCl എന്താ, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു അസിഡിക് മീഡിയം, ഒരു അസിഡിക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ HCl ആണ്. ഈ HCl ഉണ്ടെങ്കിൽ മാത്രമേ പെപ്സിന് ആക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ HCl എന്തായാലും വേണം. HCl ഉണ്ടെങ്കിലേ പെപ്സിന് ആക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. പെപ്സിൻ ഉണ്ടെങ്കിലേ ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ പ്രോട്ടീൻ അവർ ഡൈജസ്റ്റ് ചെയ്ത് പെപ്റ്റോൺസ് ആക്കി മാറ്റാം. മനസ്സിലായോ? പിന്നെ HClൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്ട്രോയ് ജേംസ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരുപാട് ജേംസ് ഉണ്ടാവും, മൈക്രോ ഓർഗാനിസം ഉണ്ടാവും ഇല്ലേ? ഈ മൈക്രോബ്സിനെല്ലാം കില്ല് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ സ്റ്റൊമക്കിലുള്ള HCl ആണ്. ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് മ്യൂക്കസ്. മ്യൂക്കസ് എന്താ? നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിൽ എന്താ, HCl ഉണ്ട്. അപ്പോൾ HCl ആസിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിനെ പ്രൊട്ടക്റ്റ്, ഈ ആസിഡിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് ആരുടെ ഫംഗ്ഷൻ? മ്യൂക്കസ്. മ്യൂക്കസ് എന്താ? പ്രൊട്ടക്റ്റ് ഇന്നർ ലൈനിങ് ഓഫ് സ്റ്റൊമക്കിൻ്റെ ആ ലൈനിങ്ങിനൊക്കെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. എവിടെ നിന്ന്, ആരിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യണത്? ഈ ആസിഡിൽ നിന്ന്. അപ്പോൾ മൂന്നിൻ്റെയും ഫംഗ്ഷൻ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ, സ്റ്റൊമക്കിൽ കുറേ ഗ്ലാൻസുകളുണ്ട്. ആ ഗ്ലാൻസിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ജ്യൂസിൽ ആരൊക്കെയുള്ളത്? പെപ്സിൻ ഉണ്ട്, HCl ഉണ്ട്, അതുപോലെ മ്യൂക്കസ് ഉണ്ട്. പെപ്സിൻ്റെ ഫംഗ്ഷൻ എന്താ? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീനെ പാർഷ്യലി, കംപ്ലീറ്റ്ലി അല്ല, പാർഷ്യലി അവർ ഡൈജസ്റ്റ് ചെയ്ത് ഒരു പെപ്റ്റോൺ ഫോമിലാക്കും. ഇനി HClൻ്റെ ഫംഗ്ഷൻ എന്താ? HCl നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ആസിഡിക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കും. ആ HCl ഉണ്ടെങ്കിൽ മാത്രമേ പെപ്സിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിലുള്ള മൈക്രോ ഓർഗാനിസം അല്ലേ, നമ്മൾ കഴിക്കുമ്പോൾ കുറേ മൈക്രോ ഓർഗാനിസം ഒക്കെ നമ്മുടെ വയറ്റിൽ എന്തായാലും ഫുഡിൽ കൂടെ നമ്മുടെ വയറ്റിലെത്തും. അപ്പോൾ അങ്ങനെ മൈക്രോ ഓർഗാനിസം ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം കില്ല് ചെയ്യാനായിട്ട് ആര് സഹായിക്കും? HCl സഹായിക്കും. ഇനി മ്യൂക്കസിൻ്റെ ഫംഗ്ഷൻ എന്താ? നമുക്കറിയാം HCl എന്ന് പറഞ്ഞാൽ ആസിഡ് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ വയറ്റിൽ അത്രയധികം ആസിഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആസിഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് എന്ത്? മ്യൂക്കസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്താ നമുക്ക് സംഭവിക്കണേ നോക്കാം. ഇനി ഫുഡ് എവിടേക്ക് എത്താം? ഇനി നമുക്കറിയാം സ്റ്റൊമക്കിൽ നിന്ന് ഇനി ഈ ഫുഡൊക്കെ എവിടേക്ക് എത്താം? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇനി എന്താ നടക്കാൻ നമുക്ക് നോക്കാം. അടുത്ത ഭാഗമാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമുക്കറിയാം എന്താ, സ്റ്റൊമക്ക് കഴിഞ്ഞാൽ പിന്നെ വരണ ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്റ്റൊമക്കിൽ വെച്ച് ഫുഡിന് കുറച്ചൊക്കെ ഡൈജഷനൊക്കെ സംഭവിച്ചു. ഇനി ഫുഡ് എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഫുഡ് എവിടേക്കാണ് എൻ്റർ ചെയ്യുക? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തുടക്ക ഭാഗത്തിൻ്റെ അതിൻ്റെ ഇനീഷ്യൽ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഡിയോഡിനം. നമ്മൾ പറയുന്ന പേരാണ് ഡിയോഡിനം. നമുക്കറിയാം നമ്മളൊരു വീട് എടുക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ പല ഭാഗത്തിനെ നമ്മൾ പലതാ പറയാം അല്ലേ? സിറ്റ് ഔട്ട് ഉണ്ട്, അതിന് ഹാളുണ്ട്, കിച്ചൺ ഉണ്ട്, റൂമുണ്ട്, അങ്ങനെയാണ് നമ്മൾ പറയുക. ഓരോന്നിനും ഓരോ പേരുകൾ നമ്മൾ പറയും. അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തുടക്ക ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ഡിയോഡിനം എന്നാണ് പറയുക. അപ്പോൾ ഫുഡ് ഈ സ്റ്റൊമക്കിൽ നിന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കണത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആ ഇനീഷ്യൽ പാർട്ടിൽ എത്തി നിൽക്കുകയാണ്. ഇനീഷ്യൽ പാർട്ടിൻ്റെ പേരെന്താണ്? ഡിയോഡിനം. അപ്പോൾ അവിടെ ഫുഡ് എത്തുമ്പോൾ, ആ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഡിയോഡിനത്തിൽ എത്തുമ്പോൾ ഇവിടെ വെച്ച് ആ ഫുഡിലേക്ക് 2-3 ജ്യൂസും കൂടി ആഡ് ചെയ്യും. ആ ജ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഡൈജഷനൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ആ ജ്യൂസ് ആരൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഒരു ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ലിവർ. രണ്ടാമത്തെ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ പാൻക്രിയാസ്. ഇവിടെ കണ്ടു ഒരു ലീഫ് ലൈക്ക് പോലത്തെ ഒരു സ്ട്രക്ചർ, അതാണ് നമ്മുടെ പാൻക്രിയാസ്. അപ്പോൾ ഒരു ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യണ ആൾ ലിവറും രണ്ടാമത്തെ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യണ ആളാരാണ്? നമ്മുടെ പാൻക്രിയാസും ആണ്. അപ്പോൾ ഇവർ 2 പേര് പ്രൊഡ്യൂസ് ചെയ്യണ ജ്യൂസ് എവിടേക്ക് ആഡ് ചെയ്യും? നമ്മുടെ ഫുഡ് നമ്മുടെ ഡിയോഡിനത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. ആ ഡിയോഡിനത്തിലുള്ള ഫുഡിലേക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യണ 2 ജ്യൂസും ആ ഡിയോഡിനത്തിലേക്ക് എത്തും. ഇനി അവർ ഏതൊക്കെ ജ്യൂസാണ് പ്രൊഡ്യൂസ് ചെയ്യണത്, ആ ജ്യൂസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം.
ഇനി ലിവറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് എവിടെയാണ്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ തുടക്ക ഭാഗത്തല്ലേ, അതിൻ്റെ ഫസ്റ്റ് റീജിയണിൽ, അത് തുടങ്ങണ ആ ഒരു റീജിയണിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. ആ ഒരു റീജിയനെയാണ് നമ്മൾ ഡിയോഡിനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഫുഡിന് എന്താ സംഭവിക്കണേ, അത് രണ്ട് ജ്യൂസായിട്ട് മിക്സ് ആവുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യണത് ലിവറാണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യണത് പാൻക്രിയാസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലിവറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലിവർ എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഗ്ലാൻഡാണ് ലിവർ. ഒന്ന് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് MCQ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ലിവർ സെക്രീറ്റ് ചെയ്യണ ജ്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈൽ. ലിവറിൻ്റെ സെക്രീഷനെ നമ്മൾ എന്താ പറയുക, ബൈൽ എന്നാണ് പറയുക. അവർ പ്രൊഡ്യൂസ് ചെയ്യണത് എന്താണ്, ബൈൽ ജ്യൂസാണ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബൈൽ എന്ന് പറയുന്നത് ഒരു എൻസൈം അല്ല എന്നും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. കാരണം നമ്മളിപ്പോൾ നേരത്തെ സ്റ്റൊമക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യേണ്ട, അതിൽ നമ്മൾ പെപ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഇല്ലേ. അപ്പോൾ പെപ്സിൻ എന്ന് പറയുന്നത് ഒരു എൻസൈം ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ബൈൽ എന്ന് പറയുന്നത് ഒരു എൻസൈം അല്ല, അത് ജസ്റ്റ് ലിവറിൻ്റെ ഒരു സെക്രീഷൻ മാത്രമാണെന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ അസേഷൻ റീസണിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ബൈൽ എന്ന് പറയുന്നത് അതൊരു എൻസൈം അല്ല. അതും കൂടി ഒന്ന് പഠിക്കുക കേട്ടോ. ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ അതും കൂടി ഒന്ന് ഓർക്കാം. ഇനി ഈ ബൈലിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ബൈൽ ജ്യൂസ് മേക്ക് ദ ഫുഡ് ആൽക്കലൈൻ. ബൈൽ ജ്യൂസ് ഫുഡിനെ ആൽക്കലൈൻ ആക്കി മാറ്റാണ്. അതെന്തിനാ അങ്ങനെ ആൽക്കലൈൻ ആക്കി മാറ്റണേ, നമുക്ക് അറിയാം. ഇപ്പോൾ നമ്മുടെ ഫുഡ് എവിടെ നിന്നാണ് വന്നത്, സ്റ്റൊമക്കിൽ നിന്നാണ് ഫുഡ് വന്നത് അല്ലേ. സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് ഡിയോഡിനത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റൊമക്കിൽ നമുക്കറിയാം HCl എന്ന് പറഞ്ഞൊരു ആസിഡ് ഉണ്ടായിരുന്നു. ഈ ആസിഡൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫുഡ് ഡിയോഡിനത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്താ, അവിടെ ഒരു അസിഡിക് മീഡിയ ആണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു HClൻ്റെ കാര്യം പറഞ്ഞപ്പോൾ HCl ഒരു അസിഡിക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കും, അത് മൈക്രോബ്സിനെയൊക്കെ കില്ല് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഫുഡ് ഇങ്ങനെ ആസിഡൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ഒരു അസിഡിക് മീഡിയ ആണ്. അപ്പോൾ ആ ഒരു അസിഡിക് മീഡിയത്തിൽ നിന്ന് മാറ്റണത് ആരാണ്, ആൽക്കലൈൻ മീഡിയത്തിലേക്ക് മാറ്റണത് ആരാണ്, ഈ ബൈലാണ്. ലിവർ പ്രൊഡ്യൂസ് ചെയ്യണ ഈ ബൈലാണ് അസിഡിക്കിൽ നിന്ന് ഫുഡിനെ ആൽക്കലൈൻ ആക്കി മാറ്റണത്. അതാണ് ബൈലിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ, ബൈൽ ഹെൽപ്പ് ഇൻ ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിനെ ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലാർജ് ഫാറ്റ്. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ അവർ നല്ല നല്ല ചെറിയ ഗ്ലോബ്യൂൾസ്, സ്മോളർ ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഫാറ്റിൻ്റെ ഡൈജഷൻ ഇവിടെ നടക്കണില്ല. ലാർജ് ആയിട്ടുള്ളതിനെ, ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനൊക്കെ ചെറുതാക്കി ഒന്ന് സ്മോളർ ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റും. ആ ഒരു ഫംഗ്ഷനും കൂടി ആര് ചെയ്യേണ്ടത്, നമ്മുടെ ബൈൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടാണ് ബൈലിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഫുഡിനെ ആൽക്കലൈൻ ആക്കി മാറ്റും, പിന്നെ ഫാറ്റിനെ ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റും ചെയ്യും. അപ്പോൾ ഇത്രയാണ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യണ ബൈലിൻ്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് പാൻക്രിയാസ് എന്താണ് സെക്രീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പാൻക്രിയാസ് നോക്കാം. നമ്മൾ പറഞ്ഞു പാൻക്രിയാസും ഇതുപോലെ എന്താ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാൻക്രിയാസ് സെക്രീറ്റ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസിന് നമ്മൾ എന്താ പറയുക, പാൻക്രിയാറ്റിക് ജ്യൂസ് എന്നാണ് പറയണത്. അതിൽ ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ നമുക്ക് 3 എൻസൈംസ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ട്രിപ്സിൻ, സെക്കൻഡ് ഈസ് ലിപ്പേസ് ആൻഡ് തേർഡ് വൺ ഈസ് പാൻക്രിയാറ്റിക് എമൈലേസ്. അപ്പോൾ ഫസ്റ്റ് വൺ ട്രിപ്സിൻ. ട്രിപ്സിൻ എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോട്ടീനെ ഡൈജഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇല്ലേ, സ്റ്റൊമക്കിൽ വെച്ച് അവിടെ പെപ്സിൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. അത് ഓൾറെഡി നമ്മുടെ പ്രോട്ടീനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി വീണ്ടും പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യണത് ആരാണ്, നമ്മുടെ പാൻക്രിയാസിൽ നിന്നുള്ള ട്രിപ്സിനാണ് ബാക്കിയുള്ള പ്രോട്ടീനെ ഡൈജഷൻ ചെയ്യണത്. രണ്ടാമത്തെ ലിപ്പേസ്. ലിപ്പേസ് എന്താണ് ചെയ്യണത്, ബ്രേക്ക് ഡൗൺ ഓഫ് ഇമൽസിഫൈഡ് ഫാറ്റ്. ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു ബൈൽ അല്ലേ, ബൈൽ ജ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ ആക്കും ഇല്ലേ. അതിനെയാണ് നമ്മൾ ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സ്മോൾ ആക്കിയിട്ടുള്ള ഫാറ്റിനെ അവർ വീണ്ടും എന്ത് ചെയ്യും, ഡൈജഷൻ ചെയ്യും. ഒന്നും കൂടി പാർഷ്യലായിട്ട് അവിടെ ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ലിപ്പേസ് അതിൽ ഒന്നും കൂടി ആക്ട് ചെയ്തിട്ട് ഒന്നും കൂടി അതിനെ സിമ്പിൾ ഫോം ആക്കും.
ആൻഡ് തേർഡ് വൺ ഈസ് പാൻക്രിയാറ്റിക് എമൈലേസ്. എമൈലേസ് എന്ന് പറഞ്ഞാൽ എൻസൈം നമ്മൾ ഓൾറെഡി കേട്ടു, എവിടെയായിരുന്നു, മൗത്തിലുണ്ടായിരുന്നു, സലൈവറി എമൈലേസ് എന്ന് പറഞ്ഞ എൻസൈം. അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, കാർബോഹൈഡ്രേറ്റിനെ മാൾട്ടോസ് ഫോമിലാക്കി അങ്ങനെ പകുതി പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാൻക്രിയാറ്റിക് അമൈലേസ് എന്ത് ചെയ്യും, ഇതിനെ ഈ കാർബോഹൈഡ്രേറ്റിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒന്നും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഫോം ആക്കും. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് ഭാഗമായ ഡിയോഡിനത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി എല്ലാ ഫുഡും ഒരുവിധം ഡൈജഷനൊക്കെ സംഭവിച്ചിട്ട് ഈ ഫുഡൊക്കെ എവിടേക്ക് എത്തും, നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് എത്തും. ഏതാ നമ്മുടെ മെയിൻ ഏരിയ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തും. അങ്ങനെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഫുഡിന് കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ സംഭവിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡൈജഷൻ നടക്കുന്നതും അബ്സോർപ്ഷൻ 90% അബ്സോർപ്ഷൻ നടക്കുന്നതും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അതാണ് നമ്മുടെ മെയിൻ ഏരിയ, അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കംപ്ലീറ്റ്ലി ഡൈജഷൻ സംഭവിച്ച് അവരെ വളരെ സിമ്പിൾ ഫോം ആക്കും. സിമ്പിൾ ഫോം ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ മാത്രമേ നമുക്കതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ സിംപ്ലസ്റ്റ് ഫോം എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡ് എന്ത് ചെയ്യും, ഡിയോഡിനത്തിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തും. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനാണ് നമ്മുടെ മെയിൻ ഏരിയ. ഫൈനലായിട്ട് ഡൈജഷൻ സംഭവിക്കാനുള്ള ഒരു ഏരിയ ആണ് അല്ലേ, കംപ്ലീറ്റ്ലി ഡൈജഷൻ സംഭവിക്കുന്ന ഒരു ഏരിയ ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ ഫുഡിനെയും അവരാക്കും. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ സിംപ്ലസ്റ്റ് ഫോം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമായ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇനി പ്രോട്ടീനെയോ, പ്രോട്ടീനെ ഓൾറെഡി പ്രോട്ടീൻ കുറേയൊക്കെ ഡൈജഷൻ സംഭവിച്ചിരിക്കുകയാണല്ലേ, സ്റ്റൊമക്കിൽ വെച്ച് നടന്നു. പിന്നെ എവിടെ വെച്ച് നടന്നത്, നമ്മുടെ പാൻക്രിയാസ് എന്ത്, പാൻക്രിയാറ്റിക് ജ്യൂസിൽ നമ്മളൊരു എൻസൈം കണ്ടു, ട്രിപ്സിൻ ഇല്ലേ, ട്രിപ്സിനും ഒക്കെ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കണതാണ്. അങ്ങനെ പാർഷ്യലി ഒക്കെ ഡൈജസ്റ്റ് ചെയ്ത പ്രോട്ടീൻ അവസാനം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമായ അമിനോ ആസിഡായി മാറും. ഇനി ലിപ്പിഡ്, നമ്മൾ പറഞ്ഞു ഫാറ്റിൻ്റെയും ഡൈജഷനൊക്കെ ഒരുവിധം കഴിഞ്ഞതാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോൾ ഫാറ്റ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമായ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറും. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോഴാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആവുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ്ലി ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. കാർബോഹൈഡ്രേറ്റിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഏതാ, ഗ്ലൂക്കോസ്. പ്രോട്ടീൻ്റെ ഏതാ, അമിനോ ആസിഡ്. ലിപ്പിഡ് ഏതാ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഈ ഫോമിലാണ്, ഈ സിംപ്ലസ്റ്റ് ഫോമാണ് നമ്മുടെ ബോഡി പിന്നെ അബ്സോർബ് ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യണത്, ആരാണ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കണതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ നമ്മുടെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ എന്താ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ ഫുഡിനൊക്കെ നല്ല സിമ്പിൾ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാക്കി. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാം. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ വില്ല എന്ന് പറയുന്നത്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ കാണാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വില്ല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ നമ്മൾ സിമ്പിളാക്കി വെച്ചിട്ടുള്ള ഫുഡിനില്ലേ, അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു സ്ട്രക്ചറാണത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താ, നമുക്ക് അബ്സോർബ് ചെയ്യാനുള്ള സർഫസ് ഏരിയ കൂട്ടാനുള്ള ഒരു സ്ട്രക്ചറും കൂടിയാണ് അത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അബ്സോർബ് ചെയ്യണത്. ഈ ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഇങ്ങനെ ഇതുപോലെ ഒരുപാടുണ്ടാവും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ. അതിൽ ഒരെണ്ണത്തിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വില്ലസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമുക്ക് എന്ത് കാണാം, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലഡ് കാപ്പിലറീസിൽ എന്താ ഉള്ളത്, നമുക്കറിയാം ബ്ലഡാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ എല്ലാ ന്യൂട്രിയൻസും എവിടേക്ക് കിടക്കും, നമ്മുടെ ബ്ലഡിലേക്ക് കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫുഡിനെ അബ്സോർബ് ചെയ്യണത്. അപ്പോൾ ഡൈജഷൻ കംപ്ലീറ്റ് നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതുപോലെ 90% നമ്മുടെ അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്.
നമ്മുടെ ഡൈജഷനും അബ്സോർപ്ഷനൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കറിയാം, എന്നാലും ഡൈജഷൻ സംഭവിക്കാത്ത ഫുഡുകളുണ്ടാവും ഇല്ലേ? ആ ഫുഡ് പിന്നെ എവിടേക്കാണ് പോകണത്? അൺഡൈജസ്റ്റഡ് ഫുഡ് നമ്മുടെ നെക്സ്റ്റ് പാർട്ടായ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? ലാർജ് ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യും. അവിടെ വെച്ചിട്ട് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നടക്കണില്ല. അവിടെ വാട്ടർ അബ്സോർപ്ഷൻ നടക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫുഡിലുള്ള വാട്ടറൊക്കെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലിനെ എവിടെ സ്റ്റോർ ചെയ്യും? നമ്മുടെ റെക്റ്റം, ഈ എയ്നസിന് തൊട്ട് മുന്നുള്ളൊരു ഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ റെക്റ്റം എന്ന് പറയാം. അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് വേസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. അങ്ങനെ പുറത്തേക്ക് റിമൂവ് ചെയ്യണത് ഏത് ഓപ്പണിലൂടെയാണ്? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എയ്നസ് എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ആ ഓപ്പണിങ്ങിനെയാണ് എയ്നസ് എന്ന് പറയാം. ആ എയ്നസിലൂടെ നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. അതിൽ മെയിനായിട്ട് ഡയഗ്രാം പഠിക്കണം, ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം, ലേബൽ ചെയ്യാൻ പഠിക്കണം. പിന്നെ നമ്മൾ ഓരോ ഭാഗത്തും നമ്മൾ ഏതൊക്കെ എൻസൈംസ് ആണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോംസ്, ഓരോ ഫുഡിൻ്റെയും സിംപ്ലസ്റ്റ് ഫോം ഏതൊക്കെയാണ്, എവിടെയാണ് അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്, എവിടെയാണ് കംപ്ലീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്ട്രെസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ അടുത്ത ഭാഗമായിരിക്കും. അപ്പോൾ അത് റെസ്പിറേഷൻ ആയിരിക്കും നമ്മുടെ ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്